നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബൃഹദാരണ്യകോപനിഷത്ത് എപ്പിസോഡ് 304. അറിയാതെ എപ്പോഴെങ്കിലും വീര്യം സ്ഖലിച്ച് ജലത്തിൽ പതിക്കുകയാണെങ്കിൽ അവിടെ തൻ്റെ പ്രതിച്ഛായ നോക്കണം. പിന്നെ ഇങ്ങനെ അഭിമന്ത്രിക്കുക: ദേവന്മാർ എന്നിൽ തേജസ്സും ഇന്ദ്രിയവും യശസ്സും ധനവും സത്കർമ്മങ്ങളും പ്രതിഷ്ഠിക്കട്ടെ. പിന്നെ ഏതൊരു രൂപത്തിലാണോ പുത്രോത്പാദനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവളെ ഇപ്രകാരം പ്രശംസിക്കുക: എൻ്റെ ഈ പത്നി ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളിലും വെച്ച് ലക്ഷ്മി സ്വരൂപിണിയാകുന്നു. എന്തെന്നാൽ ഇവളുടെ വസ്ത്രത്തിൽ വിശുദ്ധിയുടെ ചിഹ്നം സ്പഷ്ടമായി കാണുന്നു. അതിനുശേഷം രജസ്വലിയും യശസ്വിനിയുമായ 13 രാത്രികൾക്ക് ശേഷം അവളുടെ അടുത്തു ചെന്ന് ഇങ്ങനെ പറയണം: ഇന്ന് നമുക്ക് പുത്രോത്പാദനത്തിനുള്ള കർമ്മം ചെയ്യണം. ആ സ്ത്രീ ഭർത്താവിനെ മൈഥുന കർമ്മത്തിന് അനുവദിക്കുന്നില്ലെങ്കിൽ ഭർത്താവ് അവളുടെ ഇച്ഛയ്ക്കനുസരിച്ച് വസ്ത്രഭൂഷണാദികൾ കൊടുത്ത് അവളോട് തനിക്കുള്ള പ്രേമം പ്രകടിപ്പിക്കണം. ഇത്രയുമായിട്ടും അവൾ മൈഥുനത്തിന് അവസരം തന്നില്ലെങ്കിൽ ആ ഭർത്താവ് ഇച്ഛാനുസരണം ശിക്ഷിക്കുമെന്ന് ഭയപ്പെടുത്തി അവളുമായി ബലാത്കാരമായി തന്നെ സംഘം ചെയ്യണം. അതിനും സാധ്യമായില്ലെങ്കിൽ ഇങ്ങനെ പറയണം: ഞാൻ നിന്നെ ശപിച്ച് ദുർഭഗയാക്കുമെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് പോയി എൻ്റെ യശോരൂപമായ ഇന്ദ്രിയം മുഖേന നിന്റെ യശസ്സിനെ അപഹരിക്കുന്നു എന്ന മന്ത്രം ഉച്ചരിക്കണം. അങ്ങനെ ശപിച്ചാൽ അവൾ അയശസ്സായി ഭവിക്കുന്നു. അവൾ പതുക്കി ഗ്രാമ്യധർമ്മത്തിന് അവസരം കൊടുത്താൽ അവളെ ആശീർവദിച്ചുകൊണ്ട് പറയണം: ഞാൻ എൻ്റെ യശസ്സാകുന്ന ഇന്ദ്രിയം മുഖേന നിന്നിൽ യശസ്സിനെ സ്ഥാപിക്കുകയാണ്. അപ്പോൾ ആ ദമ്പതികൾ രണ്ടുപേരും യശസ്വികളായിത്തീരുന്നു. ആ പുരുഷൻ തൻ്റെ ഏത് പത്നിയെ സംബന്ധിച്ചാണോ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് അവളെ ഹൃദയം തുറന്ന് സ്നേഹിക്കണം. അവളിൽ യഥായോഗ്യം അവയവം പ്രവേശിപ്പിച്ച ശേഷം അവളോട് മുഖത്തോട് മുഖം ചേർത്ത് അവളുടെ ഉപത്തസ്ഥാനത്തെ സ്പർശിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കണം: ഹേ വീര്യമേ, നീ എൻ്റെ ഓരോ അംഗത്തിലും പ്രകടമാകുന്നു, ഹൃദയത്തിൽ നിന്ന് അഭിജനിക്കുന്നു. നീ എൻ്റെ അംഗങ്ങളുടെ രസമാകുന്നു. വിഷലിപ്ത ബാണത്താൽ വിദ്ധയായ ഹരിണി മൂർച്ഛിക്കുന്നത് പോലെ നീ എൻ്റെ ഈ പത്നിയെ എന്നിൽ ഉന്മത്തയും അധീനയുമാക്കുക. ഏത് രൂപത്തിലാണോ ഇങ്ങനെ ഇച്ഛിക്കുന്നത് അവൾ ഗർഭധാരണം ചെയ്തില്ലെങ്കിൽ യഥാവിധി അവളിൽ തൻ്റെ അവയവം സ്ഥാപിച്ച് അഭിമുഖമായി അഭിപ്രാണന കർമ്മം ചെയ്ത് അപാനനക്രിയയും ചെയ്യണം. പിന്നെ ഇങ്ങനെ പറയണം: ഇന്ദ്രിയ സ്വരൂപമായ വീര്യം മുഖേന ഞാൻ നിന്റെ രേതസ്സിനെ സ്വീകരിക്കുന്നു. അങ്ങനെ ചെയ്താൽ അവൾ ചേതോഹീനയാകും, ഗർഭം ധരിക്കില്ല. പിന്നെ തൻ്റെ പത്നി ആഗ്രഹിക്കുന്ന പക്ഷം പുരുഷൻ ഗ്രാമ്യധർമ്മത്തിൽ ഏർപ്പെടണം. അവളിൽ അവയവം പ്രവേശിപ്പിച്ച് അവളുടെ മുഖത്തോട് ചേർത്ത് ആദ്യം അപാനനക്രിയയും പിന്നെ അഭിപ്രാണന കർമ്മവും നിർവഹിച്ചതിനു ശേഷം ഇങ്ങനെ പറയണം: ഞാൻ ഇന്ദ്രിയമാകുന്നു, വീര്യത്തിൽ കൂടി നിന്റെ രേതസ്സിനെ ആധാനം ചെയ്യുന്നു. അങ്ങനെയായാൽ അവൾ ഗർഭവതിയാകുന്നു. നമസ്കാരം. ബാക്കി അടുത്ത എപ്പിസോഡിൽ.